നടക്കാൻ പോകാനാവാത്തതുകൊണ്ട് സൈക്കിൾ ഓടിക്കുക. അങ്ങനെയെങ്കിലും ഒരു എക്സസൈസ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പെട്ടെന്ന് എനിക്ക് ലോങ് അല്ല കുറച്ച് മീറ്ററുകളോളം പോകാൻ പറ്റില്ല. 1 കിലോമീറ്റർ ഓടിച്ചൊക്കെ ആയിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോഴേക്കും എനിക്ക് ബ്രീത്തൊക്കെ കിട്ടാത്തൊരവസ്ഥയായിപ്പോയി. ഒരു കാര്യം പറയാച്ചാൽ എത്ര പേര് വിശ്വസിക്കുമോ എന്നൊന്നും എനിക്കറിയില്ലേ. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് സൈക്കിൾ ഓടിക്കുന്നത്. എല്ലാവർക്കും സൈക്കിൾ ഓടിക്കാൻ അറിയണ്ടാവും. ഞാൻ 2 വീലർ ഓടിക്കും. 2 വീലർ എല്ലാ മോഡലും, ഗിയറുള്ളതും ഗിയർലെസ്സും എല്ലാ തരവും ഞാൻ ഓടിക്കും. എങ്ങനെ വേണമെങ്കിലും, ഏത് ബ്ലോക്കിൽ കൂടി വേണമെങ്കിലും, ഏത് കുണ്ടിൽ കൂടി വേണമെങ്കിലും കൊണ്ടുപോകുന്ന ഒരാളാണ്. പക്ഷേ സൈക്കിൾ എനിക്ക് ഓടിക്കാൻ അറിയില്ല. അത് പണ്ട് ഈ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് കേട്ടിട്ടുണ്ട്, സൈക്കിൾ ബാലൻസ് ഇല്ലെങ്കിൽ 2 വീലർ ഓടിക്കാൻ പറ്റില്ല. ചുമ്മാ അതാ. എനിക്കിപ്പം ഞാൻ സൈക്കിൾ ബാലൻസ് ആടി കളിക്കുക ചെയ്യുന്നത്. അപ്പം അങ്ങനെ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു സൈക്കിൾ എന്ന് പറയുന്നത്. എനിക്ക് സൈക്കിൾ വേണമെന്ന് പറഞ്ഞു വീട്ടിൽ കുറേ വാശി പിടിച്ചൊരു കാലമുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ പോരാത്തതിന് പെൺകുട്ടികൾ സൈക്കിൾ ഓടിക്കാറില്ല. അതായിരുന്നു വീട്ടിലെ സാഹചര്യം. ഉമ്മാൻ്റെ വീട്ടുകാർ വിചാരിച്ചാൽ എന്തായാലും ഈസിയായിട്ട് നടക്കാവുന്നൊരു കേസായിരുന്നു. പക്ഷേ പെൺകുട്ടികൾ സൈക്കിൾ ഓടിക്കാൻ പാടില്ല എന്നുള്ള ഒരു രീതി ആയതുകൊണ്ട് എനിക്കത് മേടിച്ച് തന്നില്ല. അപ്പം എൻ്റെ മക്കളുടെ സൈക്കിൾ ഓടിച്ചിട്ടാണ് ഞാൻ എൻ്റെ ആഗ്രഹം തീർത്തത്. അതിനെക്കാട്ടിലും ഉപരി എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ അങ്ങ് പോയി നിൽക്കുന്ന സമയത്ത് അവിടെ കുറച്ച് കയറ്റത്തിൻ്റെ മുകളിലാണ് വീട്. അതിൻ്റെയും കയറ്റത്തിൻ്റെ മുകളിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ചെറിയ ഇടുങ്ങിയ വഴിയാണ് വീട്ടിലോട്ട്. അപ്പോൾ ഒരു നമ്മുടെ വീടിലെ സൈഡിലായിട്ട് സൈക്കിൾ ഉണ്ടാക്കും. എൻ്റെ ആഗ്രഹമൊക്കെ തീർത്ത് ഞാൻ അതിന്മേല അനക്കാൻ സമ്മതിക്കുക. സെൻട്രൽ സ്റ്റാൻഡിട്ട് പോവുക. വലിയ ഒരു സൈക്കിളില്ലേ അന്നത്തെ കാലത്തൊക്കെ വലിയ. ഇന്നൊക്കെ അത്ര വലിയ സൈക്കിൾ ഇറങ്ങുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതാ ഞാൻ തള്ളിയിട്ട അടി എനിക്ക് ഉറപ്പാണെന്ന് എനിക്കറിയാം. എന്നിട്ട് സൈക്കിളിൻ്റെ മുകളിൽ കയറി ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് തിരുമ്പിയത് ആറിടാൻ വേണ്ടിയിട്ട്. ആ പൈപ്പ് ഇങ്ങ് പിടിക്കും ഒരു ബലത്തിന്. എന്നിട്ട് മുമ്പോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ബാക്കോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കും. അതാകുമ്പോൾ വലിയ മെനക്കെടില്ലാത്ത പരിപാടിയാണല്ലോ. സൈക്കിൾ അവിടെ നിന്ന് അനങ്ങിയില്ല. അങ്ങനെ ഞാൻ എവിടെയൊക്കെ പോയി വെപ്പോന്നൊക്കെ എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ അങ്ങ് ദുബായ് തൊട്ടുള്ള സൈക്കിളിൽ പോയി വന്നിട്ടുണ്ട്. അത്രമേൽ സൈക്കിൾ പ്രാന്തിയായിരുന്നു. അപ്പോൾ ഇന്നലെ വെറുതെ ഒന്ന് എടുത്ത് നോക്കി. അപ്പോൾ പിന്നെ വിചാരിച്ചു നടക്കുന്നതിനെക്കാട്ടിലും നല്ലത് കുറച്ചും കൂടി ഒരു എക്സസൈസ് ഉണ്ടാവുക സൈക്കിളിൻ്റെ മുകളിലല്ലേ. കുടവയറ് കുറയ്ക്കണേ. കുടവയറെന്നില്ല, 73 കിലോ ഉണ്ട് ഞാൻ. അന്ന് കുറച്ചെടുക്കണം. 3-4 മാസങ്ങൾ കൊണ്ടാണ് 10 കിലോ കൂടി 63 കഴിഞ്ഞുള്ളത്. ആ 63-63 അതിൻ്റെ താഴെ ആദ്യത്തെ 55 ആക്കിയെടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോകും. എനിക്കൊന്നും ഇടാനില്ല. നല്ലൊരു ഡ്രസ്സായിത്. ഇതും കൊളുത്തി കയറിപ്പോയി. മോനുണ്ട് ചോദിക്കുന്നു വല്ല ട്രാക്ക് സൂട്ട് ഞാൻ എടുത്തിട്ടാൽ പോരായിങ്ങമ്മ. ഞാനത് ശ്രദ്ധിച്ചല്ല. നാളെ തൊട്ടിനി എന്നും റെഗുലറായിട്ട് ഓടിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നാളെ തൊട്ട് വേഷവിധാനങ്ങളൊക്കെ ഒന്ന് മാറ്റി ഇതിനായിട്ട് ഇറങ്ങണം. കുറച്ചും കൂടി ഇന്നലത്തെക്കാട്ടിലും ഇത്തിരിയും കൂടിയും സ്ഥലം കവർ ചെയ്തിട്ടുണ്ട്. നാളെ കുറച്ചും കൂടിയും, അത് കഴിഞ്ഞ് മറ്റന്നാൾ കുറച്ചും കൂടിയും, അങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളല്ലോ. അപ്പോൾ ജിമ്മ് പോകുന്ന ആ പോക്ക് ഒഴിവായി കേട്ടോ. അപ്പോൾ ടാറ്റാ.